നമസ്കാരം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റിയ സംഘടനാ സംവിധാനം ജില്ലയിലുണ്ടായില്ല. സുധാകരൻ ഉയർത്തിയ വെല്ലുവിളിയെ പ്രതിരോധിക്കാനായില്ല. പിണറായിക്കെതിരെ ജനവികാരം ശക്തമായിരുന്നുവെന്നത് മറച്ചുവെച്ചിട്ട് കാര്യമില്ല. സംസ്ഥാന സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഇത്തരം രീതി തുടർന്നാൽ ഇനിയൊരിക്കലും പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരില്ല. സുധാകരനെ നേരത്തെ പുറത്താക്കണമായിരുന്നു. പിണറായി വിജയന്റെ ഡാഷ്മോൻ പ്രയോഗം അത് ഉചിതമായില്ലെന്നും വിമർശനമുണ്ടായി. MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായിപ്പോയി. സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം. അമ്പലപ്പുഴയിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായതാണ് അവിടുത്തെ പരാജയ കാരണം. ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം നാസർ നടത്തിയ പരാമർശങ്ങൾ അനുചിതമാണ്. പ്രതിഭയെപ്പറ്റി പറഞ്ഞത് പാർട്ടിയെ സംശയ നിഴലിലാക്കുന്ന പരാമർശമാണെന്നും വിമർശനം ഉയർന്നു. സുധാകരനെ പിണക്കാതെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കണമായിരുന്നുവെന്നും അഭിപ്രായം ഉയർന്നു. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ജില്ലയിലെ കനത്ത പരാജയം ഒഴിവാക്കാമായിരുന്നു. അമ്പലപ്പുഴയിൽ സുധാകരനും കായംകുളത്ത് CS സുജാതയും, ആലപ്പുഴയിൽ R നാസറും, അരൂരിൽ തോമസ് ഐസക്കും മത്സരിക്കണമായിരുന്നു. സുധാകരന്റെ തണലിൽ വഴിവിട്ട് വളർന്ന നേതാക്കൾ തന്നെ അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നതിനും കാരണക്കാരായി. 2 വർഷം മുമ്പേ സുധാകരൻ പാർട്ടി ആക്രമിച്ചു തുടങ്ങിയിരുന്നെങ്കിലും വേണ്ട സമയത്ത് നേതൃത്വം മറുപടി നൽകിയില്ലെന്നും പലരും പങ്കുവച്ചു. എല്ലാ ജില്ലയിലും പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്.